ഹലോ. ഓണമാസമായ ഓഗസ്റ്റിൽ ഓണസദ്യ പോലെ സമൃദ്ധമായി സിനിമകളും എത്തുന്നുണ്ട്. ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ തന്നെ നമുക്ക് ലാലേട്ടന്റെ മകൾ വിസ്മയുടെ തുടക്കം കാണാം. അതെ, തുടക്കം എന്ന ജൂഡ് ആന്റണി ചിത്രത്തിലൂടെ വിസ്മയ തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത് വെറുമൊരു തുടക്കമല്ലെന്നും തനിക്ക് ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്നുമാണ് വിസ്മയ പറയുന്നത്. ചെറുപ്പം മുതൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച സ്വന്തമായൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് യാത്രാനുഭവങ്ങളുള്ള വിസ്മയുടേത് വെറുമൊരു വാക്കായിരിക്കില്ലെന്ന് നമുക്ക് അനുമാനിക്കാം. ചേട്ടൻ പ്രണവിനെ പോലെ തന്നെ തൻ്റെതായ ഒരു സ്ഥാനം വിസ്മയയും സിനിമാ രംഗത്ത് നേടിയെടുക്കുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. കാരണം അവർ ലാലേട്ടൻ്റെ അല്ലേ മക്കൾ. കവിതാരചനയിൽ താല്പര്യമുള്ള വിസ്മയ മാർഷൽ ആർട്സിലും വിദഗ്ധയാണ്. ഓഗസ്റ്റ് 7-നാണ് തുടക്കം റിലീസാവുന്നത്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഈ ഫാമിലി ത്രില്ലർ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസാണ്. മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തുന്ന ചിത്രത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ, സായി കുമാർ, മനോജ് കെ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. പ്രശസ്ത സംവിധായകൻ ലോകേഷ് കനകരാജ് ആദ്യമായി മുഴുനീള നായകനായി എത്തുന്ന സിനിമയാണ് DC. ഓഗസ്റ്റ് 7-നാണ് സിനിമ റിലീസാവുന്നത്. അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ഈ ഗ്യാങ്സ്റ്റർ ആക്ഷൻ ചിത്രത്തിൽ വാമിക ഗബ്ബിയാണ് നായിക. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതം അനിരുദ്ധാണ്. കുറ്റകൃത്യവും പ്രതികാരവും പ്രണയവും നിറഞ്ഞ ഒരു പരുക്കൻ ആക്ഷൻ ഡ്രാമയാണ് DC. നീട്ടി വളർത്തിയ മുടിയും താടിയുമായി ദേവദാസ് എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് ലോകേഷ് അവതരിപ്പിക്കുന്നത്. ചന്ദ്ര എന്ന കഥാപാത്രമായി വാമിക ഗബ്ബി എത്തുന്നു. അനിരുദ്ധിന്റെ പാശ്ചാത്തല സംഗീതവും ട്രെയിലറിലെ വയലൻസ് രംഗങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേരളത്തിലും കർണാടകത്തിലും വമ്പൻ റിലീസായി ചിത്രം എത്തുന്നു. ഓഗസ്റ്റ് 20-ന് ദുൽഖറിന്റെ ഐ ആം ഗെയിമും പൃഥ്വിരാജിന്റെ ഖലീഫയും റിലീസാവുന്നു. ദുൽഖർ നായകനാകുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഐ ആം ഗെയിം സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്താണ്. കയാദു ലോഹർ, മിസ്കിൻ, ആന്റണി വർഗീസ്, വിനയ് പോട്ട് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. വമ്പൻ ഹിറ്റായ RDXന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം ദുൽഖറിന്റെ വേഫറർ ഫിലിംസും ജോ വർഗീസും ചേർന്ന് നിർമ്മിക്കുന്നു. അണ്ടർഗ്രൗണ്ട് സ്പോർട്സ് ബെറ്റിംഗ്, ചൂതാട്ടത്തിലെ അൽഗോരിതങ്ങൾ, അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. തനിക്ക് പകരം കണക്കുകളും പാറ്റേണുകളും വിജയം തീരുമാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഡാൻ ജോൺ എന്ന സ്റ്റൈലിഷ് കഥാപാത്രമായാണ് ദുൽഖർ എത്തുന്നത്. ഏറെ മുതൽ മുടക്കിൽ ഒരുക്കിയ ഐ ആം ഗെയിം ദുൽഖറിന്റെ കരിയറിലെ വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. സ്വർണ്ണക്കടത്ത് പാശ്ചാത്തലമാക്കിയുള്ള സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറായ ഖലീഫയാണ് വൈശാഖ് നായകനായ പൃഥ്വിരാജ് ചിത്രം. ഇതിന്റെ രചന ജിനു വി എബ്രഹാമാണ്. അമീർ അലി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വി അവതരിപ്പിക്കുന്നത്. മാമ്പറയ്ക്കൽ അലി എന്ന ക്യാമിയോ വേഷത്തിൽ മോഹൻലാലുമുണ്ട്. വില്ലൻ വേഷത്തിൽ നീൽ നിതിൻ മുകേഷ് ആണ്. കൃതി ഷെട്ടിയാണ് ചിത്രത്തിലെ നായിക. നിവിൻ പോളിയും മമിത ബൈജുവും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് 26-ന് എത്തുന്നു. പ്രേമലുവിന്റെ സംവിധായകനായ ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവരുടെ ഭാവന സ്റ്റുഡിയോസാണ് നിർമ്മാണം. ഗിരീഷ് ഏടിയും കിരൺ ജോബിയും ചേർന്നാണ് തിരക്കഥ. സംഗീതം വിഷ്ണു വിജയ്. വിനയ് ഫോർട്ട്, സന്ദീപ് പ്രതാപ്, ബിന്ദു പണിക്കർ, സുരേഷ് കൃഷ്ണ എന്നിവരാണ് മറ്റു താരങ്ങൾ. നാട്ടിലെ ഒരു കുടുംബ യൂണിറ്റും അതുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങളും പാശ്ചാത്തലമാക്കിയുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അറ്റ് ലാസ്റ്റ് നോട്ട് അറ്റ് ഓൾ ലീസ്റ്റ് യഷ് നായകനായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ഓഗസ്റ്റ് 26-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു. കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിച്ച സിനിമ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും ഇറങ്ങുന്നു. നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത് എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട്. ഇതൊരു സാധാരണ മാസ് ആക്ഷൻ പടമല്ലെന്നും മനുഷ്യജീവിതത്തിന്റെ ആഴത്തിലുള്ള സൈക്കോളജിക്കൽ ലെയറുകളും വൈകാരിക മുഹൂർത്തങ്ങളും ചർച്ച ചെയ്യുന്ന ഒന്നാണെന്നും യഷ് വ്യക്തമാക്കുന്നു. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഓഗസ്റ്റ് 8-ന് പുറത്തുവിടുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നു. നേരത്തെ പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസറുകളും മറ്റും വലിയ ചർച്ചയായിരുന്നു. ചിത്രത്തിൽ ഇരട്ട വേഷത്തിലാകും യഷ് എന്നും സൂചനയുണ്ട്. യഷും ഗീതു മോഹൻദാസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ. രാജീവ് രവി ഛായാഗ്രഹണവും രവി ബസ്രൂർ സംഗീതവും നിർവഹിക്കുന്നു. അങ്ങനെ കൈനിറയ ചിത്രങ്ങളുമായാണ് ഓഗസ്റ്റ് മാസം എത്തുന്നത്. ആര് വാഴും ആര് വീഴും, നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുമല്ലോ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.